നമുക്ക് കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, ഒരു മുട്ട, 1/4 കപ്പ് ബട്ടർ, ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി വേണം. നമുക്ക് ഈ മുട്ടയിലേക്ക് പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒരു പകുതി അലിയുന്നവരെങ്കിലും മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചും ചേർക്കാം. ഇതിലേക്ക് ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി മൈദ കുറേശ്ശെ നമുക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മൈദ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ ഡയറക്ഷനിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒട്ടും കട്ട കൂടാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. വളരെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാവിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കാം. ഇതൊരുപാട് കട്ടിയാണ്, അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനത്തെ മോൾഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഒരു സിലിക്കോൺ മോൾഡാണ്. അപ്പോൾ ഇങ്ങനത്തെ മോൾഡിൽ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം.
ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഈ മോൾഡ് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഓരോ സ്പൂൺ വീതം ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിറയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് നിറയ്ക്കരുത്, ഒരു പകുതി വേണം നമുക്ക് ഈ മാവ് ഒഴിക്കാനായിട്ട്. നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ലതുപോലെ പൊന്തി വരും. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഴയ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ചൂടാക്കിയതിന് ശേഷം ഈ പ്ലേറ്റ് പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിനെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 25 മിനിറ്റ് വരെ നമ്മളിതിനെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം. കേക്കൊക്കെ നല്ലതുപോലെ ഇങ്ങനെ പൊന്തി വന്ന് കാണാം. നമുക്കിതൊന്ന് വെന്തോന്ന് ചെക്ക് ചെയ്യാം. ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കുത്തി നോക്കാം. കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഓരോ കേക്കിലും കുത്തി നോക്കണം. ഇതിപ്പോൾ ഒന്നും ഒട്ടുന്നില്ല. നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇതിനി ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ കപ്പിൽ നിന്ന് കേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു മോൾഡായ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ പേപ്പറിലും നമുക്ക് ഈ മോൾഡ് അവൈലബിൾ ആണ്. പേപ്പറിലാകുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ കാണാം നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ശരിക്കും ബേക്കായിട്ടുണ്ട്. നമ്മൾ അവനിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പൊളിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ആയിരിക്കും. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.